നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകളും കത്തുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. വാട്സപ്പിൽ ഇപ്പോഴും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കുമെന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജാണ്. ആരാണെന്ന് വിളിച്ച് സംസാരിക്കാം. ഹലോ 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 എന്തുകൊണ്ട് വിശേഷം? കട്ട് ചെയ്യണ്ട. സൂര്യ TV എന്നാണേ. ഹരി പത്തനാപുരം. ആ സാറേ നമസ്കാരം. എവിടെ പുറത്തും കണ്ടാന്ന് തോന്നല്ലോ. സാറേ ഞങ്ങള് എറണാകുളത്ത് ജോലിയാ. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നോണ്ടിരിക്കുക. വണ്ടി ബസ്സിലാണോ? അല്ല കാറിനായിരുന്നു. ഒന്ന് സംസാരിക്കാൻ പറ്റുമോ അതോ ഞാൻ പിന്നെ വിളിക്കണോ? ഓ വേണ്ട സാറേ പറഞ്ഞോ. നിർത്തി വണ്ടി നിർത്ത്. ക്യാമറയൊക്കെ ഉള്ളതാ, പിന്നെ പെറ്റി കിട്ടും, പടം വീട്ടി വരും. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോ, പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. ആ ഡേറ്റ് ഓഫ് ബർത്ത് മോളുടെ ആണ്. ആ 2019. ഞങ്ങളെ ക്രിസ്ത്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ജാതകം ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ സാറിന്റെ പ്രോഗ്രാം കാണാറുണ്ടായിരുന്നു. ഓ 2019 ജൂൺ 12 എത്ര മണിക്കാ? ഉച്ചയ്ക്കൊരു 11:55. 2020. അത് തന്നെ, സോറി 2020 ആണോ? ആ അതെ. വെള്ളിയാഴ്ച ദിവസം പൂരുരുട്ടാതി നക്ഷത്രം. ആണോ? ഇടവ 29 തീയതി. അന്ന് പൂരുരുട്ടാതിയാ. ജൂൺ 2 ജനിച്ചു സാറേ. 2020 ജൂൺ 2. ജൂൺ 12 ആണല്ലോ ഇപ്പൊ പറഞ്ഞത്. 12 രണ്ടും കൂടെ മാറിപ്പോയി. ഹസ്ബൻഡിന്റെ 12. ആ ഇത് ഇടവം 19 തീയതി ഒരു ചൊവ്വാഴ്ചയാണോ? കുഞ്ഞോ? ആ ചൊവ്വാഴ്ചയായിരുന്നോ? ചൊവ്വാഴ്ച ദിവസമായിരുന്നു. ആ 2020 ജൂൺ മാസം 2 തീയതി. അന്ന് ചൊവ്വാഴ്ച രാത്രി 11:55 കറക്റ്റ് ആണോ? അല്ല പകൽ 1:03 ജനിച്ച കുഞ്ഞു. പകൽ ഉച്ചയ്ക്കാ. പകല് പിന്നെ 11:55 ഹസ്ബൻഡോ? അത് ഹസ്ബൻഡ് ജനിച്ചേ. 1:03 ഉച്ചയ്ക്കാണോ? ആ അതെ അതെ. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണേ. 2020 ജൂൺ മാസം 2 തീയതി, അന്നൊരു ചൊവ്വാഴ്ച ദിവസം, അന്ന് ഉച്ചയ്ക്ക് 1:03. അതെ അതെ അതെ. ചിത്തിര നക്ഷത്രം. ചിത്തിര. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഈ കഫവും അലർജി, ശ്വാസം മുട്ടൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വരും. അതൊന്ന് നോക്കിയാൽ മതി. അലർജിയുടെ ഇഷ്യൂസ് ഒക്കെ വരും. വീഴാതൊക്കെ ഒന്ന് നോക്കിക്കോണം ചെറുതായിട്ട്. അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ച് നല്ല ഭാവിക്ക് നല്ല പ്രയോജനകരമായ ഇതൊക്കെ ഉണ്ടാക്കുന്ന കുട്ടിയാണ്. ആരോഗ്യപരമായി ചെറുതായിട്ട് നമ്മളെ ഇട്ടൊന്ന് വേദനിപ്പിക്കും. കാരണം ചൊവ്വാദശയിലുള്ള ജനനമാണ്. പിന്നെ കുറച്ചു കാലം രാഹുർദശയുണ്ട്. രാഹുർദശയുടെ നാളിന്റെ ദോഷമുള്ള നാളൊന്നും അല്ലല്ലോ. ഇല്ല. ചിത്തിരയ്ക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. ചിത്തിര പിറന്നാൽ എന്തോ അത്തറ തോണ്ടുന്നൊക്കെയുള്ള അതുകൊണ്ടൊരു അങ്ങനെ ഒരു കാര്യമേ ഇല്ല. കാരണം എൻ്റെ അച്ഛൻ്റെ നാളൊക്കെ ചിത്തിരയാ. അച്ഛനൊക്കെ കിട്ടിയത് കൂട്ടി വെച്ച് സ്വരുക്കൂട്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ഉള്ള വസ്തുവിനെ ഇച്ചിരൂടെ കൂട്ടിയതല്ലാതെ ഒരു വസ്തു ഒരു കാര്യം ചെയ്തിട്ടില്ല, ലോൺ എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. ഇതൊക്കെ എടുക്കാൻ തുടങ്ങിയത് നമ്മളെ പിള്ളേരൊക്കെ ആയതിനു ശേഷമാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ മക്കളാണ് എടുക്കുന്നത്, അച്ഛൻ എടുക്കാറുണ്ടായിരുന്നില്ല. മനസ്സിലായി? അപ്പൊ അത് അങ്ങനെ ഒരു നാളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുന്നത് തെറ്റാണ്. കാരണം നമ്മൾ ഒരാളുടെ കാര്യം എന്തെങ്കിലും ജ്യോതിഷ നിയമം അനുസരിച്ച് നോക്കുന്നത് നാള് മാത്രം വെച്ചിട്ടല്ല, അവരുടെ ജനന സമയവും വർഷവും മാസവും തീയതിയും ജനിച്ച സ്ഥലവും കൂടെ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ രീതിയിലേ വരുള്ളൂ. അല്ല ചിത്ര നാളിന് മൊത്തവും ഇങ്ങനെ എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നാൽ നിങ്ങളത് കേൾക്കാൻ പോകരുത്. പറഞ്ഞോട്ടെ, പറയുന്നവർ പറയും, പറയാതിരിക്കില്ല. കേൾക്കാൻ ചെവി കൊടുക്കരുത്. അല്ല ചിത്ര നാളിന് ദോഷം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ജ്യോതിഷത്തിലില്ല. അത് നിങ്ങൾ എന്തായാലും ചോദിച്ചത് നന്നായി. കാരണം പലരോടും അങ്ങനെ പറയാറുണ്ട്, അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ പേരൻസ് എന്നുള്ള നിലയിൽ നമ്മൾ വല്ലാണ്ട് വിഷമിക്കും. പക്ഷെ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അത് വേറെ തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ്. ജ്യോതിഷത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഈ ആയില്യത്തിന് അയൽ ദോഷം ജ്യോതിഷത്തിലുള്ളതല്ല. പക്ഷെ അങ്ങനെ പറഞ്ഞ് പിടിപ്പിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ആരോട് പറയാനാണ്? അങ്ങനെ ഒരു കാര്യമില്ല കേട്ടോ. ഓക്കെ, ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 682021. ഇന്നത്തെ ദിവസം നല്ലതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.